ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ കുറച്ച് ചെമ്മിപ്പുളി, ഒരു 5-6 ചെമ്മിപ്പുളിയും ചെറിയ പീസ് ആപ്പിളും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ചെമ്മിപ്പുളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഒരു ആപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം മതിയാകും. അതിന് ആപ്പിളും ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് വറ്റൽമുളക്, സവോള, കറിവേപ്പില, അതുപോലെ ആപ്പിളും ചെമ്മിപ്പുളിയും കൂടി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടുക് വറുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആപ്പിളിൻ്റെയും ചെമ്മിപ്പുളിയുടെയും കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി ഒരിത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പേരിന് മാത്രം മല്ലിപ്പൊടി, ഒരിത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ മാത്രമേ, ഒരു നുള്ളു മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അത് എല്ലാം കൂടി ഒന്ന് വഴന്ന് പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വരുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് ശർക്കര പാനിയാക്കിയത് ചേർക്കാം, അതല്ലെങ്കിൽ പൗഡറായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതൊക്കെ കല്ലില്ലാന്ന് ഉറപ്പുള്ള, അഴുക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പായിട്ടുള്ള ശർക്കരയാണ് അങ്ങനെ ചേർക്കണത് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫാക്കാം. ഇതിരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് കുറുകി വരും. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് എരിവും പുളിയും മധുരമൊക്കെ കറക്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് സാധാരണ ചോറിനും അതുപോലെ ഫ്രൈഡ് റൈസ്, ബിരിയാണിക്കൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചെമ്മിപ്പുളി ആപ്പിളാണെന്ന് ഇതിൽ ചേർത്തിരിക്കണമെന്നൊന്നും നമുക്ക് കഴിക്കുന്ന സമയത്ത് അറിയാൻ പറ്റില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടു കഴിയുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ കമൻ്റ് അറിയിക്കാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.